ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇൻകം ഫ്രം അതർ സോഴ്സിലെ പ്രോബ്ലം നമ്പർ 4 ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ചോദ്യത്തിൽ മിസ്റ്റർ അനിൽ ഫർണിഷസ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഹിസ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20 കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്, ഡിവിഡൻഡ് ഓൺ ഫ്രം ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 600 രൂപ എക്സംപ്റ്റഡ് ആണ്, എഴുതേണ്ട കാര്യമില്ല. ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, അത് പ്രിഫറൻസ് ഷെയർസ് ഇന്ത്യൻ കമ്പനിയാണ്. അത് വേറെ എവിടെ നിന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കമ്പനിയായിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം ഫോറിൻ കമ്പനി എന്നുള്ള ഡിവിഡൻഡ് ടാക്സബിളാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഡിവിഡൻഡ് ടാക്സബിളാണ്. ഇത് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസും ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസിനും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ് ആയിട്ട് എടുക്കുക, രണ്ടും എക്സംപ്റ്റഡ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർ ഓഫ് ബിൽഡിംഗ് ഓർ മെഷീനറി, ബിൽഡിംഗ് മെഷീനറിയും വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കോമ്പോസിറ്റ് ലീസ്, കോമ്പോസിറ്റ് റെൻറ്റ് 27,000 രൂപ ടാക്സബിൾ ആയിട്ട് എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ടാക്സബിൾ ആയിട്ട് എഴുതാം. ഡയറക്റ്റ് സിറ്റിംഗ് ഫീസ് റിസീവ്ഡ് ടാക്സബിൾ ആയിട്ട് എഴുതാം. ഗ്രൗണ്ട് റെൻറ്റ് ടാക്സബിൾ ആയിട്ട് എഴുതാം. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്, അതായത് സോഴ്സ് കാണിക്കാൻ പറ്റാത്ത ഇൻകം, അത് ടാക്സബിൾ ആണ്. വിന്നിങ് ഫ്രം ലോട്ടറി, നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് എന്ന് പറയുമ്പോൾ ലോട്ടറി കിട്ടിയ എമൗണ്ട്, വിൻ ചെയ്ത എമൗണ്ട് അതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിൻ ചെയ്ത എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ലോട്ടറിയുടെ ടാക്സ് റേറ്റ് എത്രയാണ്? ടാക്സ് റേറ്റ് പറയാമോ? ടാക്സ് റേറ്റ് 30% ആണ് ലോട്ടറിയുടെ ടാക്സ് റേറ്റ്. അപ്പോൾ ടാക്സ് റേറ്റ് 30% ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ 14,000. അപ്പോൾ 14,000 നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. എങ്ങനെ ഗ്രോസപ്പ് ചെയ്യും? അതിൻ്റെ നമ്മൾ എമൗണ്ട് ഫോർമുലയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വിന്നിങ് ഫ്രം ലോട്ടറി അല്ല, ഇത് റിസീവ്ഡ് ആണ്. അപ്പോൾ ലോട്ടറി എമൗണ്ട് റിസീവ്ഡ് എത്ര? 14,000 ഇൻറ്റു നമ്മൾ ഫുൾ എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100%ത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കാം. എന്നിട്ട് ടാക്സ് കുറച്ച് എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100 30 കുറയ്ക്കുമ്പോൾ 70 വരും. അപ്പോൾ 14,000 ഇൻറ്റു 100 70 വരും. 14,000 ഇൻറ്റു 100 70. അതിന് നമുക്ക് 20,000 രൂപയാണ് നമുക്ക് കിട്ടുക. അത് ടാക്സബിളായിട്ട് വരുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് ചില എക്സ്പെൻസുകളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ ഡിവിഡൻറ്റ് 600 എക്സംപ്റ്റഡ്, ഡിവിഡൻറ്റ് പ്രിഫറൻസ് ഷെയർ എക്സംപ്റ്റഡ്, ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർ ഓഫ് ബിൽഡിംഗ് ടാക്സബിൾ, അതിൽ നിന്ന് വരുന്ന എക്സ്പെൻസിൻ്റെ കുറയ്ക്കാം. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ടാക്സബിൾ, ഡയറക്റ്റ് സിറ്റിംഗ് ഫീസ് ടാക്സബിൾ, ഗ്രൗണ്ട് റെൻറ്റ് ടാക്സബിൾ, അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ടാക്സബിൾ, ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ടാക്സബിൾ, വിന്നിംഗ് ഫ്രം ലോട്ടറി ഗ്രോസപ്പ് ചെയ്തിട്ട് ടാക്സബിൾ ആയിട്ട് എഴുതാം. ഫോളോയിങ് ഡിഡക്ഷൻസ് ഏതാണ് ഡിഡക്ഷൻ? ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഡിഡക്ഷൻ്റെ സെക്ഷൻ ഏതാ? സെക്ഷൻ 57. ഓക്കെ, അപ്പോൾ സെക്ഷൻ 57 പ്രകാരം നമുക്ക് ഈ പറഞ്ഞ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ടാക്സബിളായിട്ട് നമുക്ക് ഡിഡക്ഷൻ, അപ്പോൾ ആ എമൗണ്ടുകളൊക്കെ നമുക്ക് അതിൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 57 ആണ് അതർ സോഴ്സിൽ നിന്നുള്ള ഡിഡക്ഷൻ. അപ്പോൾ കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻറ്റ്, കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻറ്റ് ₹20. ഡിവിഡൻറ്റ് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകത്തിൻ്റെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻകം എക്സംപ്റ്റഡ് ആവുകയും അതിന് ഒരു എക്സ്പെൻഡിച്ചർ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷന് നമുക്ക് അലൗബിൾ അല്ല. 57 ഉണ്ടെങ്കിലും അത് അലൗബിൾ അല്ല. അതേസമയത്ത് ടാക്സബിൾ ആയിട്ടുള്ളൊരു ഡിവിഡൻറ്റ് ആണെങ്കിൽ അതിന് കളക്ഷൻ ചാർജ് വരികയാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഇത് ടാക്സബിൾ അല്ലല്ലോ. ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസും ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസും ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ആ ഇൻകം കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന 20 രൂപ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഒഴിവാക്കാം. അലൗബിൾ ഡിപ്രീസിയേഷൻ ബിൽഡിംഗ് ആൻഡ് മെഷീനറി, അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാം. 57 പ്രകാരം ബിൽഡിങ്ങും മെഷീനറിയും നമ്മൾ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന റെൻറ്റിൽ നിന്ന് നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ ടോട്ടലിൽ നിന്ന് കുറച്ചാൽ മതി. ഫയർ ഇൻഷുറൻസ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി, അത് നമുക്ക് ഫയർ ഇൻഷുറൻസ് എത്ര രൂപയാണ് ഫയർ ഇൻഷുറൻസ് വരുന്നത്? ഫയർ ഇൻഷുറൻസ് ഓൺ അലൗബിൾ ഫയർ ഇൻഷുറൻസ് എത്ര? 100 രൂപയാണ് അവിടെ വരുന്നത്. ഫയർ ഇൻഷുറൻസ് 100 രൂപ. അപ്പോൾ 100 രൂപ നമ്മൾ അവിടെ എഴുതി, അതാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അതിൻ്റെ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021, ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020. ദെൻ ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ്, എത്രയാണ് ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ്? എത്രയായാലും അത് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. 600 രൂപയാണ്, അത് എക്സംപ്റ്റഡ് ആണ്. ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസ് അതും എക്സംപ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് കോമ്പോസിറ്റ് റെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പോസിറ്റ് റെൻറ്റ് നമുക്ക് നമുക്ക് അവിടെ ഒരുമിച്ച് എഴുതാം. എത്രയാണ് അവിടെ നമുക്ക് കോമ്പോസിറ്റ് റെൻറ്റ് നമുക്ക് തന്നിരിക്കുന്നത്? ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർ ഓഫ് ബിൽഡിംഗ് 27,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 27,000 അവിടെ എഴുതാം. 27,000. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയാണത്? അതൊന്ന് ചോദ്യത്തിൽ നോക്കി പറഞ്ഞു. ഇൻട്രസ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് അത് വന്നിരിക്കുന്ന എമൗണ്ട് 2,500 ആണ്. 2,500. ഓക്കെ, ദെൻ ഡയറക്റ്റ് സിറ്റിംഗ് ഫീസ് എത്രയാണ്? ഡയറക്റ്റ് സിറ്റിംഗ് ഫീസ് അതൊന്ന് ഇതിലേക്ക് വരികയാണെങ്കിൽ ഡയറക്റ്റ് സിറ്റിംഗ് ഫീസ് നോക്കുമ്പോൾ 1,200 ആണ് ഡയറക്റ്റ് സിറ്റിംഗ് ഫീസ് വരുന്നത്. 1,200. ഓക്കെ, ദെൻ ഗ്രൗണ്ട് റെൻറ്റ് എത്രയാണ്? ഗ്രൗണ്ട് റെൻറ്റ് 600 ആണ്. ഗ്രൗണ്ട് റെൻറ്റ് 600. ഓക്കെ, ദെൻ ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് കാണിക്കാൻ പറ്റാത്തൊരു ഇൻകം ഉണ്ടെന്ന് പറഞ്ഞു, അതും നമുക്ക് ടാക്സബിളായിട്ട് എഴുതുന്നത്. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് 10,000 രൂപയാണ്
അൺഡിസ്ക്ലോസ്ഡ് സോഴ്സിൽ നിന്നുള്ള ഇൻകം. ഓക്കെ. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. അപ്പോൾ ഗ്രോസപ്പ് ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് എത്ര 14,000 വിന്നിങ് റിസീവ്ഡ് തന്നിരിക്കുന്നത്. 14,000 രൂപയാണ് നമുക്ക് റിസീവ്ഡ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 14,000 ഇൻറ്റു എന്ന് പറയുമ്പോൾ 100 ബൈ എത്രയാണ് 100% കൊണ്ടുവരും. 100 ടാക്സ് കുറച്ചതിന് ശേഷമുള്ള പെർസെൻറ്റേജ് അത് എത്രയായാലും അത് 100 കുറച്ചിട്ടുള്ള എമൗണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. 100/70 100/70 എങ്ങനെ 100 ടാക്സിൻ്റെ റേറ്റ് കുറയ്ക്കാം. ടാക്സിൻ്റെ റേറ്റ് എത്ര? ലോട്ടറിയുടെ ടാക്സിൻ്റെ റേറ്റ് അത് 30%. അപ്പോൾ 100 30 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 70. അപ്പോൾ ഈ 70% നമുക്ക് കൈ കിട്ടുള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 20,000 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. 20,000. അപ്പോൾ ലോട്ടറി അടിച്ചത് 20,000 രൂപയാണ്. ടാക്സ് ഗവൺമെൻറ് പിടിച്ചു. ടാക്സ് ഗവൺമെൻറ് പിടിക്കാന്ന് പറയുമ്പോൾ 20,000-ന് 30%. 20,000-ന് 30% എത്ര വരും? 20,000-ന് 30% 6,000 രൂപ. 6,000 രൂപ ടാക്സ് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് 14,000 രൂപ കയ്യിൽ തന്നത്. അപ്പോൾ 14,000 രൂപയല്ല നമുക്ക് ലോട്ടറി വിന്നിങ്. അപ്പോൾ ലോട്ടറി വിന്നിങ്ങിൻ്റെ എമൗണ്ടാണ് നമുക്ക് ടാക്സബിൾ ആയിട്ട് എഴുതേണ്ടത്. എന്നിട്ട് ടാക്സിലാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവസാനം ടാക്സിലാലിറ്റിയിൽ നിന്ന് നമുക്ക് 6,000 രൂപ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്തായാലും ഇവിടെ ഫുൾ എമൗണ്ടാണ് എഴുതേണ്ടത്. വിൻ ചെയ്ത എമൗണ്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇതിൻ്റെ ടോട്ടൽ ആദ്യം ചെയ്യാം. ഈ എമൗണ്ടുകളൊക്കെ ഒന്ന് ടോട്ടൽ ചെയ്യാം. എന്തൊക്കെയാണ്? ഈ കോമ്പോസിറ്റ് റെൻറ്റും അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, ഡയറക്റ്റ് സിറ്റിംഗ് ഫീസ്, ഗ്രൗണ്ട് റെൻറ്റ്, അൺഡിസ്ക്ലോസ്ഡ് സോഴ്സിൽ നിന്നുള്ള ഇൻകം, വിന്നിങ് ഫ്രം ലോട്ടറി ഗ്രോസപ്പ് ചെയ്തതിന് ശേഷം അത് കൂടി ആഡ് ചെയ്യുമ്പോൾ 61,300 61,300. ഓക്കെ. ഇനി അതിന് എക്സ്പെൻസ് കുറയ്ക്കണം. എക്സ്പെൻസ് ഏതൊക്കെയാണ്? ആ മെഷീനറിയുടെ വാടകയ്ക്ക് കൊടുത്ത മെഷീനറിയുടെ ഒരു 4,000 രൂപ എന്തുണ്ട്? അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു റിപ്പയർ ചാർജ്, ഫയർ ഇൻഷുറൻസ്, റിപ്പയർ ചാർജ് അല്ല, ഫയർ ഇൻഷുറൻസ് 100 രൂപയുണ്ട്. അങ്ങനെ അത് രണ്ടും 61,300 കുറയ്ക്കാം. 61,300 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 57,200 രൂപയാണ് കിട്ടുക. 57,200 രൂപ. ഓക്കെ. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ. എത്രാമത്തെ ചോദ്യമായിരുന്നു? 4ാമത്തെ ചോദ്യം അല്ലേ? ഓക്കെ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. താങ്ക് യു.